അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സ്ക്രോൾ ചെയ്തു പോവല്ലേ. ഒരൊറ്റ കാര്യം. നിങ്ങളുടെ മുഖത്ത് നോക്കി ആരെങ്കിലും നിങ്ങളെ സ്വാർത്ഥൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇനി അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഉള്ളിൽ സ്വാർത്ഥത എന്ന് പറയുന്ന ആ സ്വഭാവമുണ്ടോ എന്നുള്ളത്? ഇനി അങ്ങോട്ട് കേൾക്കുന്നതിൻ്റെ മുമ്പേ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെ ഉള്ളിൽ സ്വാർത്ഥത ഉണ്ടോ? അതായത് നമ്മുടെ എല്ലാ സ്നേഹത്തിൻ്റെയും എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ നമ്മുടെ ദേഷ്യമായാലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ സ്വാർത്ഥത ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കി നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ അല്ലേ? ആ മാതാപിതാക്കളോടുള്ള സ്നേഹത്തിലും മക്കളോടുള്ള സ്നേഹത്തിലും എല്ലാ സ്നേഹത്തിലും നമ്മുടെ കൂട്ടുകാരോടും എല്ലാ സ്നേഹത്തിൻ്റെ പിന്നിലും ഈ സ്വാർത്ഥതയുണ്ടാവും. കാരണം മറ്റ് സ്ത്രീകളിൽ നിന്നും നമ്മുടെ ഉമ്മയോടുള്ള സ്നേഹത്തിന് വ്യത്യസ്തത വരുത്തുന്നത്, അതിന് കൂടുതൽ ശക്തി പകരുന്നത് നമ്മുടെ സ്വാർത്ഥതയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? കാരണം ഇത് എൻ്റെ ഉമ്മയാണ് എന്നുള്ള തിരിച്ചറിവാണ് ഉമ്മയെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ കൂടുതൽ സ്നേഹിക്കുന്നത്. അതേപോലെ മക്കളെയും. കാരണം മക്കളിൽ ഉണ്ടാവുന്ന കുട്ടിത്വത്തോടുള്ള സ്നേഹമല്ല നമ്മളുള്ളത്. അങ്ങനെയാണെങ്കിൽ എല്ലാ കുട്ടികളോടും ആ സ്നേഹം ഉണ്ടാവുമായിരുന്നു. നമ്മുടെ മക്കളെ പ്രത്യേകമാക്കുന്നത് അത് എൻ്റെ കുട്ടിയാണ് എന്നുള്ള തിരിച്ചറിവാണ്. അതേപോലെ എൻ്റെ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ ഒരാൾക്ക് ഉപകാരം ചെയ്യുമ്പോൾ ആ ഉപകാരം ചെയ്യുന്നതിൻ്റെ പിന്നിലും ഈ പറയുന്ന സ്വാർത്ഥത ഉണ്ടാവും. കാരണം നമ്മൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്തു, അയാളുടെ അത്യാവശ്യ ഘട്ടത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ അയാളെ സഹായിച്ചു എന്ന് വെക്കുക. നമ്മളെന്തെങ്കിലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നമ്മളൊരാളെ സഹായിക്കുന്നു. ആ സഹായം ലഭിച്ചയാൾ, അയാളിൽ നിന്ന് നമുക്ക് പിന്നീട് ഒരിക്കലും ഒരു അത്യാവശ്യം വരുന്ന സമയത്ത് അയാളോട് നമ്മൾ തിരിച്ച് എന്തെങ്കിലും ഒരു സഹായം ആവശ്യപ്പെടുമ്പോൾ, പ്രത്യുപകാരമായിട്ടല്ലെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ആവശ്യപ്പെടുമ്പോൾ അയാൾ നമ്മളെ സഹായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മളെ അവോയ്ഡ് ചെയ്തു, നമ്മളെ പരിഗണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമം വരും. നമ്മൾ അയാളോട് ഡയറക്റ്റ്, ചിലപ്പോൾ ചില ആൾക്കാർ ഡയറക്റ്റ് പറയും, നിനക്ക് ഞാൻ അത്ര സഹായം ചെയ്തില്ലേ, അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ ആ ചെയ്ത ഉപകാരങ്ങൾ മുഴുവനും വിളിച്ചു പറയും. എന്നാൽ വേറെ ചില ആൾക്കാർ അവർ മനസ്സിൽ ചിന്തിക്കും, ഷോ ഞാൻ ഇവനെ എത്രത്തോളം സഹായിച്ച മനുഷ്യനാ, ഇവൻ ഇപ്പോൾ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ചെയ്തു, ഞാനാണ് ഇയാളെ സഹായിച്ചത് എന്നുള്ള ആ ബോധം, ആ ബോധത്തിനകത്ത് തന്നെ ഇയാൾ എന്നെ തിരിച്ച് സഹായിക്കണം എന്നുള്ള ഒരു നിബന്ധന ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടില്ല. അതാണ് നഫ്സ് എന്ന് പറയുന്ന സാധനം വിദഗ്ധമായി നമ്മളെ വഞ്ചിക്കുന്ന ഒരു സംഭവമാണ്. നമ്മളൊക്കെ നിലനിൽക്കുന്നത് ഈ നഫ്സിനകത്ത് ആണ് താനും. എന്ന് വെച്ചാൽ ഇപ്പോൾ റൂഹിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ആദ്യ ഘട്ടങ്ങളൊക്കെ റൂഹുൽ ഹൈവാൻ മുതൽ മുത്തുമൈനത്ത് വരെയുള്ള ആ ഗ്യാപ്പ് അവിടെ മൊത്തം അതെല്ലാം നഫ്സാണ്. അപ്പോൾ ഈ നഫ്സുകളിലൊക്കെ സ്വാർത്ഥത ഉണ്ടാവും എന്നുള്ളതാണ്. അതിലേക്കൊക്കെ ഞാൻ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നഫ്സുകളിൽ നിൽക്കുന്ന കാലത്തോളം നമ്മൾ അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകളിൽ പോലും ഈ സ്വാർത്ഥത ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മിൽ നിന്ന് താല്പര്യപ്പെടുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സുറാത്തുൽ മുസ്തഖീമിനെ സംബന്ധിച്ച് പറഞ്ഞു വന്നപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു, സുറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത് അള്ളാഹു മാത്രം, കൽബിനകത്ത് അള്ളാഹു അല്ലാത്ത എല്ലാം ഒഴിവാക്കി അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെക്കുക. എന്നാൽ ആ ഒരു ലക്ഷ്യത്തെ തൊട്ട് നമ്മളെ തടയുന്നത് എന്താണ്? ആ തടയുന്ന കാര്യം അതാണ് ഈ പറയുന്ന സ്വാർത്ഥത, ശുഹ് എന്ന് പറയും. അപ്പോൾ ഈ സ്വാർത്ഥത മൂലം നമ്മൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട് നമ്മളെ പിന്തിരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യേണ്ട ഇബാദത്തിൽ നമ്മുടെ ലക്ഷ്യമായി സ്വർഗം വരുന്നു, നരകമോചനം വരുന്നു. അപ്പോൾ സ്വർഗത്തെ ആഗ്രഹിക്കാൻ പാടില്ല എന്നല്ല, സ്വർഗത്തെ ആഗ്രഹിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നരകത്തെ തൊട്ട് മോചനം തേടാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആരോട്? എല്ലാവർക്കും ഒരേ സ്വർഗമാണോ? എല്ലാവർക്കും ഒരേ നരകമാണോ? അല്ല. ഓരോരുത്തർക്കും അതിൻ്റെ കാഴ്ചപ്പാടിലും അറിവിലും ഒക്കെ വ്യത്യാസമുണ്ടാവും. ഇപ്പോൾ സാധാരണ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമ്മൾ ഈ അടിവാരത്തിലൂടെ അരുവിയൊഴുകുന്ന ഹൂർലിങ്ങളെ കൊണ്ട് ഹൂർലിങ്ങളൊക്കെയുള്ള അതേപോലെ മണിമാളികകളും മണിസൗധങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക ഒരു സ്വർഗം നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ആ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ആരാധനകൾ അർപ്പിക്കുന്നത്. അവിടെ അള്ളാഹുവിന് വേണ്ടി മാത്രമാവുന്നില്ല. അപ്പോൾ ഈ സ്വർഗം എനിക്ക് ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിനെ കാണണം എന്നുള്ളതിനേക്കാളും കൂടുതൽ
എനിക്കാ സ്വർഗം കിട്ടണം, ഞാൻ ആ നരകത്തിൽ പോകാൻ പാടില്ല എന്നുള്ള ഭയവും ആഗ്രഹവും ഇതൊക്കെ ഹൃദയത്തിൽ അധികരിക്കാൻ കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിനെയും ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് അള്ളാഹുവിനെയുമാണ്. എന്നിട്ടും നമ്മുടെ ഉള്ളിൽ സ്വർഗത്തോടുള്ള താല്പര്യം മികച്ചു നിൽക്കാനും നരകത്തോടുള്ള ഭയം അള്ളാഹുവിനോടുള്ള ഭയത്തേക്കാൾ മറികടന്ന് നിൽക്കാനും ഒക്കെ കാരണം എന്താ? ഈ പറയുന്ന എനിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും എന്നിൽ സംഭവിക്കാൻ പാടില്ല, എനിക്കിഷ്ടമുള്ളതൊക്കെ എനിക്ക് കിട്ടുകയും വേണം എന്നുള്ള ആ സ്വാർത്ഥത തന്നെയാണ്. കാരണം ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായിട്ട് ഈ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഇതിലേക്കൊക്കെ സൂചന നൽകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഇബാദത്തുകളിൽ സ്വർഗവും നരകവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇസ്ലാം. അങ്ങനെ പറഞ്ഞു തന്നത് എന്താന്ന് വെച്ചാൽ അത് ഇസ്ലാം നമുക്ക് വെക്കുന്ന കുറേ ഓഫറുകളാണ്. പാപങ്ങൾ പുറത്തു തരിക, അതേപോലെ തന്നെ സ്വർഗം ലഭിക്കുക, നരകമോചനം ഉണ്ടാവുക, അർശിൻ്റെ തണൽ ലഭിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ധാരാളം കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ധാരാളം അലവൻസുകൾ ഉണ്ടാവും. ഈ അലവൻസുകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരെങ്കിലും ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുമോ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. അതേപോലെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം തൻ്റെ ജോലികളൊക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, നിങ്ങൾക്ക് കിട്ടുന്ന അലവൻസുകൾക്ക് വേണ്ടി നിങ്ങൾ ജോലി ചെയ്യുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് സാധാരണഗതിയിൽ ശമ്പളമായിരിക്കും, അല്ലെങ്കിൽ ശമ്പളത്തേക്കാൾ കൂടുതൽ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ ആത്മാർത്ഥത ഉണ്ടാവുക എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കും ജോലി ചെയ്യുന്നത്, അല്ലേ? എന്ന് പറയുന്നത് പോലെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് മുമ്പിലേക്ക് കുറേ ഓഫറുകൾ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന പോലെയൊക്കെ ഇബാദത്ത് ചെയ്ത് ഇങ്ങനെയൊക്കെ ജീവിച്ചു വന്നാൽ നിങ്ങൾക്ക് അവിടെ സ്വർഗമുണ്ട്, നരകത്തിൽ നിന്ന് മോചനമുണ്ട്, നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരും. ഇങ്ങനെയുള്ള ഇതൊക്കെ ഒരു അലവൻസുകളായിട്ട് മനസ്സിലാക്കുക. ഏറ്റവും വലുതെന്താണ്? ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം, ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണം? വറിളുവാനും മിനല്ലാഹി അക്ബർ. ഏറ്റവും ഉന്നതമായത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട് നമ്മളെ തടഞ്ഞു നിർത്തുന്ന കാര്യം ഈ പറയുന്ന സ്വാർത്ഥതയും ആ സ്വാർത്ഥതയാൽ വന്നുകൂടിയിട്ടുള്ള വേറെ കുറേ വിശേഷണങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊക്കെ നമ്മൾ പിന്നീട് വരും ഇൻഷാ അല്ലാഹ്. ഇത്തരം വിഷയങ്ങളൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഉഹ്ളിറത്തിൽ അൻഫുസു ശുഹ്, നഫ്സുകളിലേക്കൊക്കെയും ഷുഹ് എന്ന് പറയുന്ന സ്വാർത്ഥതയെ ഹാജരാക്കപ്പെട്ടിട്ടുണ്ടെന്ന. നഫ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ 5 നഫ്സുകൾ, ഈ നഫ്സുകളിലേക്കൊക്കെ ഈ സ്വാർത്ഥതയെ ഹാജരാക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ എല്ലാ നഫ്സിലും സ്വാർത്ഥതയുണ്ടാവും. സെൽഫിഷ് മെൻറ്റാലിറ്റി ഈ പറയുന്ന 5 നഫ്സിൽ നിൽക്കുന്നവർക്കും ഉണ്ടാവും. അവിടെ അമ്മാറത്തിൽ ഏറ്റവും കൂടുതലുണ്ടാവും, ലവ്വാമത്തിൽ അതിനേക്കാൾ കുറവുണ്ടാവും, മുൽഹിമത്തിൽ ലേശം കൂടി കുറയും എന്നല്ലാതെ ഈ പറയുന്ന സ്വാർത്ഥത ഇല്ലാതാവുന്നില്ല. എല്ലായിടത്തും സ്വാർത്ഥത ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലെവലുകളിലൊന്നും അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെക്കുക എന്നുള്ളത് സാധ്യമല്ല. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, മുത്തുമൈനത്ത് കഴിഞ്ഞാൽ അടുത്ത ലെവൽ ഏതാ? റാളിയ. റാളിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പരിപൂർണമായും തൃപ്തിപ്പെട്ട നഫ്സ്, കൽബ്. അതിന് നഫ്സ് എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹുവിനെ പരിപൂർണമായി തൃപ്തിപ്പെടുന്ന ലെവൽ എന്ന് പറയുമ്പോൾ അവനോടുള്ള തൃപ്തിയും അവൻ്റെ സ്വന്തം കാര്യങ്ങളും അതെല്ലാം കഴിഞ്ഞു മുത്തുമൈനത്തോടുകൂടി. പിന്നെ റാളിയയിലേക്ക് കയറുമ്പോൾ അവൻ്റെ ആ കൽബ് അള്ളാഹുവിനെ പരിപൂർണമായും തൃപ്തിപ്പെട്ട കൽബായിരിക്കും. ഓക്കെ, അതിൻ്റെ മുകളിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഈ ഓരോ നഫ്സുകളെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്വാർത്ഥത എന്നുള്ളത് നഫ്സിൻ്റെ സ്വഭാവമാണ്. കുല്ലു ഇൻസാനൻ ഫി നഫ്സിഹി ഷുഹുൻ. ഓരോ മനുഷ്യൻ്റെയും നഫ്സിനകത്ത് ഈ പറയുന്ന സ്വാർത്ഥതയുണ്ട്. ഖാല സുബ്ഹാനഹു വ തആല ഉഹ്ളിറത്തിൽ അൻഫുസു ഷുഹ്. എല്ലാ നഫ്സുകളിലേക്കും സ്വാർത്ഥതയെ ഹാജരാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. യഅനി ഫി നഫ്സി കുല്ലി ഇൻസാനിൻ ഖദ്റും മിന ഷുഹ്. ഓരോ മനുഷ്യൻ്റെയും നഫ്സിനകത്ത് സ്വാർത്ഥതയുടെ ഒരു അളവ് എല്ലാ നഫ്സുകളിലും ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ വ്യത്യാസങ്ങളുണ്ടാവും. വക്കുല്ലു ഇൻസാനിൻ മഅ്മൂറുൻ അൻ യുഖാവിമ ഹാദ ശുഹ. ഓരോ മനുഷ്യനോടും ഈ സ്വാർത്ഥതയോട് പൊരുതാൻ വേണ്ടി അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? കൽപ്പിച്ചിട്ടുണ്ട് എന്ന് മുഫസ്സിരിങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സ്വാർത്ഥത എന്ന് പറയുന്ന വശുഹു ഹുവൽ ഹാലത്തു നഫ്സാനിയ അല്ലത്തി തുഖ്തളി ദാലിക്കൽ മൻഅ. നമ്മ ഈ നന്മകളെ തൊട്ടൊക്കെ തടഞ്ഞു വെക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന സ്വാർത്ഥത. അത് നഫ്സിൻ്റെ സ്വഭാവത്തിൽപ്പെട്ട നഫ്സിൻ്റെ ഒരു അവസ്ഥയാണത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്, ഒമൻ യുഖ ശുഹ നഫ്സിഹി ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ. ആരാണോ തൻ്റെ സ്വാർത്ഥതയെ തൊട്ട് കാത്തുരക്ഷിക്കപ്പെടുന്നത് അവൻ വിജയിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. അല്ലാഫിറൂന ബിമാ അറാദു. അവരുദ്ദേശിച്ച ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശം അവർ നേടിയെടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ സ്വാർത്ഥത കംപ്ലീറ്റായി നീങ്ങിക്കഴിയുമ്പോൾ, സ്വാർത്ഥത കംപ്ലീറ്റ് നീങ്ങൽ എവിടെ? നമ്മൾ നേരത്തെ പറഞ്ഞു, മുത്തുമൈനത്തും കൂടി കവർ ചെയ്യുമ്പോഴാണ് സ്വാർത്ഥത കംപ്ലീറ്റ് നീങ്ങുക.
ആ കംപ്ലീറ്റ് നീങ്ങിയ ഒരു ലെവലിലേക്ക് ഒരാൾ എത്തിപ്പെട്ടാൽ അയാൾ എന്ത് ചെയ്തു? അയാൾ വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ലെവലിലേക്ക് എത്തുന്നത് വരെ എന്ത് ചെയ്തെന്നില്ല? അത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ ഖുർആൻ പറയുന്നില്ലേ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചു. മുഅ്മിനീങ്ങളുടെ വിശേഷണം എന്താ? സ്വാർത്ഥത ഉണ്ടാവില്ല. സ്വാർത്ഥത കംപ്ലീറ്റ് നീങ്ങിയവരായിരിക്കും. ഈ പറയുന്ന മുത്തുമൈനത്ത് കടന്നവരാ അവരൊക്കെ. മനസ്സിലായോ? അപ്പോൾ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നോക്കിയാൽ മതി. അതിൻ്റെ ഹദീസുകളൊക്കെ മുഅ്മിനീങ്ങളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞതും ഹദീസ് പറഞ്ഞതും ഒക്കെ സ്വാർത്ഥതയുടെ ലവലേശം പോലും ഇല്ല എന്നുള്ളത് ആ ഹദീസുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവുൽദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റുള്ള ജനങ്ങളെക്കാളും എല്ലാവരെക്കാളും നബിതങ്ങളെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാവില്ല എന്ന് പറയുമ്പോൾ, നബിതങ്ങളെ മാത്രം എല്ലാത്തിനേക്കാളും കൂടുതൽ നബിതങ്ങളെ സ്നേഹിക്കുന്നതിനെ തൊട്ട് നമ്മളെ തടയുന്നത് എന്താ? നമ്മുടെ നബിതങ്ങളോടുള്ള സ്നേഹം പലപ്പോഴും ഞാൻ അതിലേക്ക് ഇപ്പോൾ ഇറങ്ങി ചെല്ലുന്നില്ല. ഇറങ്ങി ചെന്നാൽ ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ നബിതങ്ങളെ സ്നേഹിക്കുന്നത് പല ഉപാധികളോടുകൂടി മറ്റ് പലരെയും സ്നേഹിച്ച് അതിൻ്റെ കൂടെയാണ് നബിതങ്ങൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ സ്നേഹിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം എല്ലാത്തിനേക്കാളും അധികരിക്കണം, എല്ലാത്തിനേക്കാളും ഉപരിയായി നബിതങ്ങളെ സ്നേഹിക്കാൻ കഴിയണം എന്ന് പറയണമെങ്കിൽ കഴിയണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഉന്നതമായ നിലയിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അതുകൊണ്ട് തന്നെ നമ്മൾ എത്തിയ നിലയിൽ ഇപ്പോൾ അമ്മാറത്താണെങ്കിൽ അമ്മാറത്ത്, ആ അമ്മാറത്തിൽ ഇങ്ങനെ ഇബാദത്തും ചെയ്തുകൊണ്ട് അങ്ങനെ പോയാൽ മതി എന്ന് പറയുന്ന ആളുകളുടെ വാക്കുകൾ വളരെ വിഡ്ഢിത്വമാണ് എന്നും, നമ്മളെ എപ്പോഴും ആ ചെറിയ നഫ്സിൻ്റെ ഏറ്റവും വഞ്ചന നിറഞ്ഞ ഭാഗത്ത് നമ്മളെ അടക്കി നിർത്തണമെന്നും ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഈ നഫ്സിനെക്കുറിച്ച് കൃത്യമായ വിവരം ഇല്ലാത്ത ആൾക്കാരാണ് എന്ത് ചെയ്യുക? ഇതിനെ ശുദ്ധീകരിക്കേണ്ടതൊന്നും എല്ലാവരുടെ ആവശ്യമില്ല എന്ന് പറയാം. എല്ലാവർക്കും അതൊന്നും ആവശ്യമില്ല, നമ്മൾ ഇങ്ങനെ പോയാൽ മതി, നമുക്ക് അറിയാവുന്ന ഇബാദത്തും ചെയ്ത് അങ്ങനെ പോയാൽ മതി എന്ന് പറയുന്നത് ഈ ആത്മാവിനെ കുറിച്ചിട്ടുള്ള ഒരു വിവരവും ബോധവും ഇല്ലാത്ത ആൾക്കാരെ അങ്ങനെ പറയുള്ളൂ. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആ ആത്മാവിനെ ശുദ്ധീകരിച്ചവൻ വിജയിച്ചു. അപ്പോൾ ഈ ആത്മാവിനെ ശുദ്ധീകരിക്കുമ്പോഴാണ് ഓരോരോ ആത്മാവിൻ്റെ ഘട്ടങ്ങളിലേക്ക് ഇങ്ങനെ കടന്ന് വളർന്നു വരിക. അപ്പോൾ ആ ഒരു വളർച്ച നമുക്ക് അത്യാവശ്യമാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറയുന്ന അതല്ലേ ഖുർആൻ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. മുഅ്മിനീങ്ങളുടെ ഹൃദയം അള്ളാഹു എന്ന് കേൾക്കുമ്പോൾ തന്നെ, അള്ളാഹു എന്ന് പറയപ്പെട്ടാൽ തന്നെ എന്ത് ചെയ്യും? അവരുടെ ഹൃദയങ്ങൾ തുടിക്കും. നമുക്കിത് പറഞ്ഞാലും തുടിക്കുന്നില്ല. എന്തുകൊണ്ട്? വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന, അവരിലേക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വെളിവാക്കപ്പെട്ടാൽ ഈമാൻ അധികരിക്കും. അല്ലേ? ഈ ലക്ഷണങ്ങളൊന്നും നമ്മിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മിൽ ഈ സ്വാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, അൽ മുഅ്മിനൂന കജസത്തിൻ വാഹിദ, മുഅ്മിനീങ്ങൾ ഒരൊറ്റ ജസദ് പോലെയാണ്, ഒരൊറ്റ ശരീരം പോലെയാണ്. ഒരൊറ്റ ശരീരം പോലെയാണെന്ന് മാത്രമല്ല, ഒരു മുഅ്മിനായ മനുഷ്യൻ, നിങ്ങളൊരു മുഅ്മിനാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം നഫ്സിന് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സഹോദരന് ഇഷ്ടപ്പെടുന്നത് വരെ, സഹോദരൻ എന്ന് പറഞ്ഞാൽ മറ്റ് മുഅ്മിന് വേണ്ടി ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാവില്ല എന്നൊക്കെ പറയുന്നില്ലേ ഹദീസുകളിലൊക്കെ വന്നിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? അത് എൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ രക്തബന്ധത്തിലുള്ളതല്ല, കൂടപ്പിറപ്പല്ല. അല്ലാതെയുള്ള മുഅ്മിനീങ്ങളിലേക്ക് നമ്മളെപ്പോൾ ഇഷ്ടപ്പെടുക? എന്ന് വെച്ചാൽ മുഅ്മിനീങ്ങളെ തിരിച്ചറിയാൻ കഴിയണം. ഒരൊറ്റ ശരീരം പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്ന് പറയുന്ന പോലെ ഒരു മുഅ്മിനെ കണ്ടാൽ ഇത് മുഅ്മിനാണെന്ന് തിരിച്ചറിയും. ആ അവസ്ഥയിലേക്കുള്ള വളർച്ച, അതായത് കൽബിൻ്റെ കണ്ണ് തുറക്കുകയാണ് അവിടെ. ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടുക. ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് മറ്റ് മുഅ്മിനീങ്ങളെ നമുക്ക് തിരിച്ചറിയുക. ആ മുഅ്മിനീങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്താണോ അത് ആ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയും. അവിടെ ഒരു തടസ്സം ഉണ്ടാവില്ല. അവിടെ സ്വാർത്ഥത എന്ന് പറയുന്ന ഒരു സാധനം ലവലേശം ഉണ്ടാവില്ല. അത്രയും വലിയ ഉന്നതമായ നിലയിലേക്ക് എത്തിപ്പെടുക എന്നുള്ള, ആ എത്തിപ്പെടാൻ വേണ്ടി അതിലേക്കുള്ള തർബിയത്താണ് ഇസ്ലാം നമ്മിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്വാർത്ഥതയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെക്കുക എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം മുമ്പോട്ട് എന്ത് ചെയ്യുന്നത്? സ്വർഗം, നരകം, അതായത് ഇവനെ സംബന്ധിച്ച് ഇവന് ഉപകാരം ലഭിക്കുന്ന, ഇവന് ഗുണം ലഭിക്കുന്ന കുറേ കാര്യങ്ങൾ ഇവനോട് പറഞ്ഞു കൊടുക്കണം. അതാണ് ഇവൻ്റെ പ്രോഫിറ്റ് നോക്കിയിട്ട് ഇവൻ എന്തും ചെയ്യുള്ളൂ. അപ്പോൾ ഇവൻ്റെ പ്രോഫിറ്റ്, ഇവന് മനസ്സിലാകുന്ന രൂപത്തിലുള്ള പ്രോഫിറ്റുകളാണ് ഇസ്ലാം മുമ്പോട്ട് വെച്ച് തരുന്നത്. നമ്മൾ പിന്നെ അതിനെ മാത്രം ലക്ഷ്യമാക്കിപ്പോയി. അപ്പോൾ ഇതിനേക്കാളൊക്കെ വലുതാണ് അള്ളാഹു എന്നുള്ളത്. പക്ഷെ അത് നമുക്ക് പറഞ്ഞു തന്നാൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, മനസ്സിലാവില്ല. അതിൻ്റെ ഗുണങ്ങളോ അതിൻ്റെ കാര്യങ്ങളോ ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ സ്വർഗത്തെക്കുറിച്ച് കൂടുതൽ പറയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന വലിയൊരു ബ്ലോക്ക് അതുള്ളത് കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സ്വാർത്ഥതയുടെ ബ്ലോക്കിനെ നീക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. അതിനുള്ള അള്ളാഹു കൃത്യമായ മാനദണ്ഡങ്ങൾ നൽകിയിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങളിലൂടെ സഞ്ചരിക്കുക. അപ്പോൾ ഇതെല്ലാം മാറും. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.